ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് ഭദ്രദീപം തെളിഞ്ഞു. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തി. ഉച്ചയോടെ തിരുവോണത്തോണി അടക്കം പങ്കെടുക്കുന്ന ജലഘോഷയാത്ര ആരംഭിക്കും. സത്രക്കടവിൽ നിന്ന് പരപ്പുഴ കടവിലേക്കാണ് ജലഘോഷയാത്ര. അതിനുശേഷമാണ് മത്സര വള്ളംകളി നടക്കുക. ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, നിലവിൽ ഇത്തവണത്തെ ഈ വള്ളംകളിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. ടൈമിങ്ങിലടക്കം ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ആണ് ഈ ടൈമിംഗ് അടക്കം പറയുന്ന അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ എത്ര പള്ളിയോടങ്ങളാണ് ഈ ജലഘോഷയാത്രയിലും ഒപ്പം മത്സരത്തിലും പങ്കെടുക്കുക? 49 പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വഞ്ചിപ്പാട്ട് തന്നെ കേൾക്കാവുന്നതാണ്. നിങ്ങൾ ഏത് കരയാണ്? എടശ്ശേരിമല. അപ്പൊ അവർ നമുക്ക് വേണ്ടി ഒന്ന് രണ്ടുപേരി. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി തിരുവാറന്മുളെ വാഴൂ തിരുവാറന്മുളെ വാഴൂ തിരുവാറന്മുളെ വാഴും നാരായണർ പാദം തിരുവാറന്മുളെ വാഴും നാരായണർ പാദം തിരുവാറന്മുളെ വാഴും നാരായണർ പാദം ഇതോ തിരുവാടിയാകമേവാ തിരുവാടിയാകമേവാ തിരുവാടിയാകമേവ ചാടി കൂപ്പുന്നേതൈ ചാടി കൂപ്പുന്നേതൈ തിരുവാടിയാകമേവ ചാടി കൂപ്പുന്നേ ഓ തൈരൈ തകര തീരകരോ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി. വലിയ ആവേശത്തിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ്. ഇടശ്ശേരിമലയാണ് ഇവിടുത്തെ ആതിഥേയ കര. ഇവിടെ ഈ വള്ളംകളി നടക്കുന്നതും തിരുവാർമളയപ്പൻ കുടികൊള്ളുന്നതുമായിട്ടുള്ള കരയാണ് ഇടശ്ശേരിമല. അപ്പം ഞങ്ങളുടെ അതിഥികളായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. ഞങ്ങളുടെ ഉത്രട്ടാതി നിങ്ങളും കൂടെ ഗംഭീരമാക്കണമെന്ന് തിരുവാർമളയപ്പൻ്റെ നാമത്തിൽ വീണ്ടും നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂർ പുലിക്കളി ഇവിടെ ജലപൂരമാണ്. അതെ അതെ അതെ, മറ്റുള്ള ഉത്സവങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ജലത്തിലെ പൂരമാണ്. എല്ലാവരും 52 കര, ചെന്നിത്തല മുതൽ ഇടക്കുളം വരെയുള്ള എല്ലാ 52 കരകളും ഏകദേശം 100 കിലോമീറ്റർ പമ്പാ നദിയിലൂടെ നീണ്ടു നിൽക്കുന്ന ഒരു ആറന്മുള സംസ്കാരമാണ് ഇവിടെ ഇപ്പം നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷത്തിനുള്ളിൽ അതിവിടെ ഒരു മകുടോദാഹരണമാണ്. അപ്പം എന്തായാലും ആശംസകൾ നിങ്ങൾക്ക്. സിജു, ഇത് തന്നെയാണ് ആറന്മുളയിൽ വലിയ ആവേശമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തരത്തിൽ തന്നെയാണ് ആവേശം എന്ന് പറയാനിരിക്കുന്നു എന്നാണ് സിജു പറയാനായിട്ടിരിക്കുന്നത്. ശരി, സുജു ടി ബാബുവാണ് ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നൽകിയത്.